റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സംസ്ഥാന കോൺഗ്രസിൽ KC വേണുഗോപാലിനെതിരെ പടയൊരുക്കം. AI ഗ്രൂപ്പുകൾ തമ്മിൽ കൈകോർക്കാനും നീക്കമെന്നാണ് വിവരം. പിണങ്ങി നിൽക്കുന്നവരെ ഒപ്പം നിർത്തി വിശാല ഐ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രമേശ് ചെന്നിത്തല. പരമ്പരാഗതമായി ലഭിച്ച പദവികളെല്ലാം നഷ്ടമായെന്ന കടുത്ത അമർഷത്തിലാണ് എ ഗ്രൂപ്പും. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് പുതിയ ഗ്രൂപ്പിന് പേരിടാൻ സമയമായെന്ന് തോന്നുന്നു. റോഷി, നമുക്ക് ഗ്രൂപ്പിന് വി ഗ്രൂപ്പ് എന്ന് പേരിട്ടാലോ? ആ പുതിയ ഗ്രൂപ്പ് വി ഗ്രൂപ്പ്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ കുറച്ച് അക്ഷരങ്ങളെ ബാക്കിയുള്ളൂ എങ്കിലും. അപ്പോൾ വി ഗ്രൂപ്പിൽ െതിരെ ശക്തമായ പടയൊരുക്കമാണെന്ന് തോന്നുന്നു. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പഴയ സമൂഹങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നുവെന്നറിയുന്നു. അതേപോലെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പുമായിട്ടൊരു പക്ഷേ ബി ഗ്രൂപ്പിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് നീക്കം? വേണുഗോപാലിനെതിരെയുള്ളൊരു പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞോ? അരുൺകുമാർ, സംസ്ഥാന കോൺഗ്രസിൽ KC പക്ഷം പിടിമുറുക്കുന്ന സാഹചര്യത്തിലാണ് ഐ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം രമേശ് ചെന്നിത്തല നടത്തുന്നത്. മാത്രവുമല്ല, KCക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന മറ്റു വിഭാഗങ്ങളെയൊക്കെ ചേർത്ത് നിർത്തി KCക്കെതിരെയുള്ള ഒരു പടയൊരുക്കമാണ് സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ്, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ KC സംസ്ഥാനത്ത് സജീവമാകുകയാണ്. മാത്രവുമല്ല, ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസിൽ പ്രധാനപ്പെട്ട കോൺഗ്രസും ഒപ്പം പോഷക സംഘടനകളൊക്കെ KC വിഭാഗം കൈയടക്കി കഴിഞ്ഞു. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ യുവ നേതാക്കളടക്കം KC പക്ഷത്തേക്ക് ചായുന്ന സാഹചര്യം. എ ഗ്രൂപ്പ് പൂർണ്ണമായും ശിഥിലമാകുന്നു. ഐ ഗ്രൂപ്പിലെയും പ്രബലരായ നേതാക്കളൊക്കെ KC പക്ഷത്ത് അഭയം തേടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ ഗ്രൂപ്പുകൾക്ക് വെല്ലുവിളിയായ സാഹചര്യത്തിൽ കൂടിയാണ് ഇവരൊക്കെ ഒരുമിച്ച് നിന്ന് KC പക്ഷത്തോട് പോരാടാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. എ ഗ്രൂപ്പിന് കടുത്ത അസംതൃപ്തിയുണ്ട്. കാരണം എ ഗ്രൂപ്പിന് പരമ്പരാഗതമായി ലഭിച്ച പല പദവികളുണ്ട്. അത് ഒന്നൊന്നായി എ ഗ്രൂപ്പിൻ്റെ കൈവശത്തു നിന്നും നഷ്ടപ്പെടുകയാണ്. ഇത് ഏറ്റവും ഒടുവിൽ അവർ കണക്കാക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയാണ്. അത് പൂർണ്ണമായും പോകുന്നു. എ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച KM അഭിജിത്തിനെ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് പോലും പരിഗണിക്കാത്തതിലൊക്കെ അസംതൃപ്തിയുണ്ട്. നേരത്തെ KPCC പുനഃസംഘടന പൂർത്തിയായപ്പോൾ നേതൃത്വത്തിലേക്ക് വർക്കിംഗ് പ്രസിഡന്റുമാരെ കൊണ്ടുവന്നപ്പോൾ പോലും മതിയായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന പരാതിയുണ്ട്. നേരത്തെ എ ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പിന്നീട് KC പക്ഷത്തേക്ക് ചായുന്ന സാഹചര്യം. അങ്ങനെ പലരും എ ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിൽ പദവി നേടും, പിന്നീട് അവർ KC പക്ഷത്തേക്ക് പോകുന്നു എന്നടക്കമുള്ള പ്രയാസങ്ങളാണ് എ ഗ്രൂപ്പ് പങ്കുവെക്കുന്നത്. ആ സാഹചര്യത്തിലാണ് അവർ ചില പേരുകൾ മുന്നോട്ട് വയ്ക്കും, ആ പേര് പരിഗണിക്കില്ല. മറ്റ് എ ഗ്രൂപ്പിലെ ഏതെങ്കിലും നേതാക്കളെ ആ പദവിയിൽ പരിഗണിച്ച് പിന്നീട് അവർ KC വിഭാഗത്തോട് ചായുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് AI ഗ്രൂപ്പുകൾ തീരുമാനമെടുക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകളാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തിലെ കോൺഗ്രസിൽ ഉണ്ടായ പുതിയ രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കും എ ഗ്രൂപ്പും പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, റോഷി നിൽക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. റോഷി, ചുറ്റുപാടും ഒക്കെ ഇരുണ്ടിരിക്കുന്നല്ലോ. രാവിലെ കാലാവസ്ഥ കനത്ത മഴയിലേക്കുള്ള സൂചനയാണോ? അരുൺകുമാർ, ഒരു രക്ഷയുമില്ല. തിരുവനന്തപുരത്ത് നല്ല മഴയാണ്. ഇരുട്ട് പിടിച്ച് ഏതാണ്ട് വൈകുന്നേരം ഒരു 6 മണിയുടെ ഒരു മൂടാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണുള്ളത്. രാവിലെ തുടങ്ങിയ മഴയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതുപോലെ ഉണ്ടായിരുന്നില്ല. ഇന്ന് കുറച്ച് ഒരു മഴക്കാലത്തിൻ്റെ ഒരു ഫീലുണ്ട്. അപ്പോൾ ഇന്ന് തുലാവർഷം വരികയാണ്. അപ്പോൾ നമ്മൾ തുലാവർഷത്തെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു റോഷിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അങ്ങനെ വി ഗ്രൂപ്പിനെതിരെ AI ഗ്രൂപ്പുകൾ കൈകോർക്കാൻ പോകുന്നു എന്നുള്ളൊരു വിവരമാണ് വരുന്നത്. വി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ KC വേണുഗോപാൽ ഇപ്പോൾ ഡൽഹിയിലിരുന്ന് കാണുന്നുണ്ടാവും. നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ഒരു ഗ്രൂപ്പ് കൊണ്ട് ഉണ്ടാക്കിയോ, ഒരു പേര് കൂടി ഇട്ടോ, ആ പേരിടാനുള്ള ഒരു സ്വാതന്ത്ര്യമെങ്കിലും നമുക്ക് താടി എന്നായിരിക്കും KC വേണുഗോപാൽ ആലോചിച്ചിട്ടുണ്ടാവുക. KC പക്ഷത്തേക്ക് ഒരുപാട് നേതാക്കൾ ചാഞ്ചിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ അമർഷമുള്ളത് എ ഗ്രൂപ്പിനുമുണ്ട്, ഐ ഗ്രൂപ്പിനുമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ പുതിയ സാഹചര്യത്തിൽ അവർ ഒരുമിക്കാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റിയില്ല. ഇന്ത്യയും ചൈനയും വരെ അടുത്തു പിന്നീടാണ്.